നമസ്കാരം. ഏറ്റവും സമഗ്രമായി സാമൂഹിക പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു സംസ്ഥാനമായി നമ്മളുടെ കേരളം ഇന്ന് മാറിയിരിക്കുകയാണ്. കേരളം പല മേഖലകളിലും ഇത്തരത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇത്തരത്തിലുള്ള പെൻഷൻ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 1600 രൂപ വീതമാണ് ഓരോ മാസവും ഇപ്പോൾ ക്ഷേമ പെൻഷനായിട്ട് കിട്ടുന്നത്. ഇത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുമൊക്കെ 1600 രൂപയാണ്. ഇനിയിപ്പോൾ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന്, വിവിധങ്ങളായ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ഇന്ന് 62 ലക്ഷത്തോളമാണ് നമ്മളുടെ കേരളത്തിലുള്ളത്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളിൽ ഭൂരിഭാഗവും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വരുന്ന രീതിയിലാണ് പെൻഷൻ്റെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. പെൻഷൻ ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്മളുടെ സംസ്ഥാനത്തെ പല ബാങ്കുകൾ വഴിയായിരിക്കും പെൻഷൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ പലപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു പെൻഷൻ തുക എത്തിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പിൻവലിക്കാൻ തുടങ്ങുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പലപ്പോഴും പെൻഷനിൽ കുറവുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ന്യൂ ജനറേഷൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കായിരിക്കും ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കുറവുകൾ സംഭവിക്കുക. കാരണം 5000 രൂപയോളമാണ്, 5000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ഇത്തരത്തിലെ ന്യൂ ജനറേഷൻ, അതായത് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ തന്നെ HDFC ബാങ്ക്, ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ മിനിമം ബാലൻസ് എന്ന് പറയുന്നത് 5000 രൂപ മുതലാണ്. അപ്പോൾ ഒരു മാസം ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഈ ഒരു 5000 രൂപ നിലനിർത്തിയില്ല എങ്കിൽ ആ ഒരു ബാങ്ക് ഇനിയും പെൻഷൻ തുകയാണെങ്കിലും മറ്റ് തുകകളൊക്കെ ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു ഫൈൻ ബാങ്കുകൾ കട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ 1600 രൂപ പെൻഷൻ തുക എത്തിക്കഴിഞ്ഞാൽ 500 രൂപയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ബാക്കി 1000 രൂപയെ കാണത്തുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളുടെ പെൻഷൻ തുകയിൽ കുറവുകൾ വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ ഈ ഒരു അക്കൗണ്ടിൽ നിന്നും മാറ്റി നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോയി പെൻഷൻ്റെ അക്കൗണ്ട്, നമുക്ക് പുതിയൊരു സീറോ ബാലൻസ് അക്കൗണ്ട് മറ്റേതെങ്കിലും ബാങ്കുകളിൽ എടുത്തിട്ട്, അതായത് നമ്മളുടെ കാനറ ബാങ്ക്, SBI അത്തരത്തിലുള്ള ബാങ്കുകളിലൊക്കെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എടുത്തിട്ട് ആ ഒരു അക്കൗണ്ട് നമ്പർ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, നമുക്ക് പെൻഷൻ അനുവദിച്ചു തന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോയി ആ ഒരു അക്കൗണ്ട് നമ്മളുടെ പെൻഷനുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമ്പോൾ കുറവുകൾ സംഭവിക്കുകയില്ല. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളും ഇത്തരത്തിൽ ഒരു 500 രൂപയൊക്കെ മിനിമം ബാലൻസ് നിലനിർത്തേണ്ട രീതിയിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയതിന് ശേഷം മാത്രം ആ ഒരു അക്കൗണ്ട് നമ്പർ നമ്മളുടെ പെൻഷൻ രേഖകളിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളുടെ ആ ഒരു അക്കൗണ്ടിൽ 500 രൂപ മാത്രം നിലനിർത്തിയാൽ മതിയാവും. അപ്പോൾ നമ്മളുടെ പെൻഷൻ തുക വരുമ്പോൾ അതിൽ കുറവുകളൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്